ഇന്ന് നമുക്ക് ചവ്വരിയും കൊണ്ടുള്ള ഒരു പായസം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ചവ്വരി അരമണിക്കൂർ ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ഇവിടെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് ചവ്വരിക്ക് ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ 100 ഗ്രാം സേമിയ വേവിക്കുന്നുണ്ട്. എനിക്ക് കട്ടിയുള്ള സേമിയല്ല കിട്ടിയത്, ഈ നൂല് പോലുള്ള കട്ടി കുറഞ്ഞ സേമിയയാണ് കിട്ടിയത്. ഇപ്പോൾ മൊത്തം പാലിലല്ല വേവിക്കുന്നത്. 1 കപ്പ് പാലും 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള സേമിയ വാങ്ങിക്കുന്നതാണ് നല്ലത്. എനിക്കിപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചവ്വരിയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചവ്വരി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ചവ്വരി ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കിലോ ശർക്കരയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് അറിയാം ഇതിൽ കല്ലും മണ്ണും ഇല്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇടുന്നത്. അല്ലെങ്കിൽ ഇത് ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയിട്ട് അരിച്ചൊഴിക്കണേ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്തു. ഇപ്പോൾ 1/4 കിലോ ചേർത്തുടനെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു, എന്നാൽ ഓവർ മധുരം അല്ലായിരുന്നു. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്നോണ്ടേ ഇതിലേക്ക് വേവിച്ച സേമിയയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 10 ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചതാണ്. അപ്പം ഏലക്ക മാത്രമാണെങ്കിൽ ഇത് പൊടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പഞ്ചസാരയും കൂടെ ചേർത്തത്. നിങ്ങളുടെ ഈ ഏലക്കാപ്പൊടി മാത്രമായിട്ടാണെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കണേ. ഞാനിവിടെ ഒരു പാനിൻ്റെ അകത്ത് കുറച്ച് നെയ്യ്, ഒരു 1-2 ടേബിൾ സ്പൂണോളം നെയ്യുണ്ട്, അതൊന്ന് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ ഈ സാബുദാണ ഒന്ന് തുറന്നിട്ട്, അപ്പോൾ ഇത് സാബുദാണ ആകുമ്പോൾ ഇച്ചിരി പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. അപ്പം ഞാൻ കുറച്ച് പാല്, കാച്ചിയ പാലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ടോട്ടൽ 2 ലിറ്റർ പാലോളം ഇതിന് ആവശ്യമായിട്ട് വന്ന്. അത് എത്രയും തിക്നെസ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് പാല് ചേർക്കണേ. അപ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ക്യാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കണേ. എൻ്റെ ക്യാഷ്നട്ട് ഇല്ലായിരുന്നു. കുറച്ച് റേസിൻസ് കൂടെ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ റേസിൻസ് ഇങ്ങനെ ഒന്ന് വീർത്ത് വന്നുണ്ടേ ഞാനതിങ്ങനെ കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും, അതനുസരിച്ച് പാല് ചേർക്കണേ. പിന്നെ മധുരം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. 1/4 കിലോ ചേർത്തോണ്ടേ ഒരു നോർമൽ മധുരമേ ഉള്ളായിരുന്നേ. അപ്പം നമ്മുടെ സാബുദാണ അല്ലെങ്കിൽ ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൺ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.